ഞാൻ കുറച്ചധികം സമയമായിട്ട് ഒരു സ്റ്റുഡൻറ്റിനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. കാരണം ആം സ്റ്റഡീസിൻ്റെ കൗണ്ടറിൻ്റെ മുന്നിലാണ്. കുറച്ചധികം സമയം അതിൻ്റെ ട്രെയിനറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പേരെന്താ? ജുമാനയ്ക്ക് CA ഒക്കെ എടുക്കണം എന്നാണോ ആഗ്രഹം? ഇപ്പോൾ എന്താ കഴിഞ്ഞത്? പ്ലസ് ടു കഴിഞ്ഞോ? പ്ലസ് ടു കഴിഞ്ഞു. അപ്പോൾ ഒരു CA കാരിയാവണോ അല്ലെങ്കിൽ CMA SCCA എന്താണ്? CMA നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? ഇപ്പോൾ ഇവരുടെ ഒരു അഡ്വൈസ് ഒക്കെ കിട്ടിയതിന് ശേഷം ഇപ്പോൾ എന്താ തോന്നുന്നത്? CMA എടുക്കണം, നല്ലൊരു ജോലി മേടിക്കണം, സാലറി നല്ല ക്വാളിഫൈഡ് ആവണം. സാർ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? എങ്ങനെയുണ്ട് നമ്മളെ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനോട് നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. മീൻസ് അവരുടെ ഡ്രീം എന്താണ്, അവരുടെ കരിയർ എങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു അഭിപ്രായം നമ്മൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ഈവൻ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് മേഖലയിലേക്ക് പോകണം എന്നുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്ത് കൊടുക്കുന്നത് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഇന്ന കോഴ്സ് പഠിക്കുക എന്നതിലപ്പുറം ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കരിയറിൽ എന്ത് ഡെവലപ്മെൻറ്റ് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ കരിയർ എങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ആ ഒരു സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സാർ പറഞ്ഞ് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞിരുന്നു. ഒരു കൺഫ്യൂഷൻ അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ വരുന്നതിന് മുന്നേ? ഇതിലേക്ക് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അല്ല, നേരത്തെ CA പ്ലാൻ ചെയ്തായിരുന്നോ? പ്ലസ് ടുവിന് മുന്നേ അല്ലെ പ്ലസ് ടു പഠിച്ചതിന് ശേഷം? ഞാൻ ഇതുപോലെ കുറെ കോഴ്സ് വന്നിട്ടുണ്ട് പുറത്തുനിന്ന്. ഇതുപോലെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ അക്കാഡമീഷ്യൻസിന്റെ അടുത്തോ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല, ഇല്ലാതെയിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലായല്ലേ? ബാക്കി ഈ കുട്ടികൾ പിന്നെ നിങ്ങളുടെ അഡ്വൈസ് കൊടുത്തോണ്ടിരിക്കുകയാണ് ചെയ്യുക. അതെ അതെ, നമ്മൾ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് ഇപ്പം IM സ്റ്റഡീസ് എന്ന് പറയുന്നത് CA CMA ACCA പോലത്തെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ഏകദേശം കേരളത്തിൽ നമ്മൾ 17 വർഷക്കാലമായിട്ട് ഈ ഒരു ഫീൽഡിൽ നമ്മളുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് കുട്ടികളെ ഈ ഒരു ഫീൽഡിൽ പാസ് ഔട്ട് ആക്കിയിട്ടുണ്ട്, ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പം നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സും നമുക്ക് വരുന്നുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല കോഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ IM സ്റ്റഡീസിന്റെ സ്റ്റാളിന് മുന്നിലാണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും നല്ലൊരു CMA കാരിയായി മാറട്ടെ. എവിടുന്ന? പ്ലസ് ടു കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഗോളൊക്കെ സെറ്റ് ചെയ്തോ? എന്താണ് പറയാൻ പറ്റുമോ? പറയണ്ട. ഓക്കെ, എന്നാൽ ഏത് മേഖലയൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കുന്നത്? പ്ലസ് ടു കഴിഞ്ഞിട്ട് ACCA പഠിക്കണം. അപ്പോൾ IM സ്റ്റാളിൽ സന്ദർശനം എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ് കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കി തരുന്നുണ്ട്. നേരത്തെ ACCA കുറിച്ചൊക്കെ അറിയായിരുന്നോ? 9ലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ? കേട്ടാണ്, ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത് കേട്ടാണ്. പിന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ കേട്ട് റീലുകളൊക്കെ കാണും. ഇതാണ് ഇതൊക്കെ നമ്മുടെ ഡ്രീം, സ്വപ്നമാണ്. ഇങ്ങനെ ACCA അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ 2 ചോയ്സ് ഉണ്ട്. ACCA അതെന്താ ACCA അല്ലെങ്കിൽ സിവിൽ പറയാൻ കാരണം? പ്ലസ് ടു കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിടുന്നാണ് ഇവർ പറയാം. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം ഇപ്പം എന്താ തോന്നി? കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടിയോ? ACCA തന്നെ എടുക്കാം, എനിക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, എങ്ങനെയുണ്ട് മകളുടെ ഒരു കോൺഫിഡൻസിനനുസരിച്ച് പോകണ്ടേ നമുക്ക്? എവിടെന്നാ കേട്ട് ഇവിടെ എങ്ങനെ പരിപാടി നടക്കുന്നത്? പത്രത്തിൽ കേട്ടിരുന്നു, ന്യൂസിലൊക്കെ കേട്ടി. യൂസ്ഫുൾ ആയോ ഇവിടെ വന്നതിന്?